ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കാന്താ വർക്കാണ്. കാന്താ വർക്കെന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് ഏറ്റവും തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റിച്ചാണ്. സാധാരണ ഈ വർക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തിലാണോ ചെയ്യുന്നത് അതിൽ നമ്മൾ അടച്ച് ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അത് ചെറുതായിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എന്നാലും പൊതുവെ ഇതിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വസ്ത്രത്തിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ്, ഇപ്പോൾ ഒരു കുർത്തി ചെയ്യുവാണെങ്കിൽ ആ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട്, സാരി ചെയ്യുവാണെങ്കിൽ സാരിയുടെ ഒന്നെങ്കിൽ ബോർഡറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബോർഡറുകൾ ചെയ്യുക, മുന്താണിയിലാണ് ചെയ്യുന്നതെങ്കിൽ മുന്താണി ഫുള്ള് ചെയ്യുക. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. നമ്മൾ കുറച്ച് സമയം മെനക്കെടാൻ തയ്യാറാകുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ആർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതേവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വർക്കാണ് കാന്താ വർക്ക്. കാന്താ വർക്കിനായിട്ട് ഞാൻ ഒരു ഡിസൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. കാന്താ വർക്ക് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഒരു ക്ലോത്തിൽ ഒരു ഡ്രസ്സിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ ഫുള്ളായിട്ട് തന്നെ അങ്ങ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് കാന്താ വർക്ക് സാധാരണ കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാരിയുടെ മുന്താണിയിലാണെങ്കിൽ ഈ മുന്താണിയിൽ ഇതുപോലെ അടച്ച് പൂക്കൾ, ഇലകൾ, വള്ളികൾ അങ്ങനെയായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു ഷോളാണെങ്കിൽ ചെയ്യുവാണെങ്കിൽ ഷോളാണെങ്കിലും ഇത് ഫുള്ള് രീതിയിൽ ചെയ്യാവുന്ന ഒരു വർക്കാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു പ്രാചീന എംബ്രോയ്ഡറിയാണ് കാന്താ വർക്ക്. ഇതെന്ന് പറഞ്ഞാൽ റണ്ണിങ് സ്റ്റിച്ചാണ്. ഇത് മെയിനായിട്ട് റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ചിൽ ഔട്ട്ലൈനും അത് ഫില്ല് ചെയ്തായിട്ടും റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെയാണ് ഈ കാന്താ വർക്ക് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിന് ആദ്യം ഞാൻ ഔട്ട്ലൈൻ ഇടാനായിട്ട് 3 ഇഴ നൂലിട്ടാണ് ചെയ്യുന്നത്. 3 ഇഴ ബ്ലാക്ക് നൂലിലാണ് ഞാൻ ഇപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്. കാന്താ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഔട്ട്ലൈൻ ഒരു ഡാർക്ക് കളർ കൊണ്ട് ചെയ്യുക. ഡാർക്ക് എന്ന് ഉദ്ദേശിച്ചാൽ ഒന്നെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ നേവി ബ്ലൂ, അല്ലെങ്കിൽ ബ്രൗൺ, അതുപോലെയൊക്കെയുള്ള ഡാർക്ക് കളേഴ്സ് ഉപയോഗിച്ച് മാത്രം ഔട്ട്ലൈൻ ചെയ്യുക. ഔട്ട്ലൈൻ നമുക്ക് പ്രത്യേകം തിരിച്ചറിയണം. അതുപോലെ ഡിഫറൻറ്റ് കളറുകളിൽ അകവശം നമ്മൾ ചെയ്യാം. ഔട്ട്ലൈനോട് ചേരുന്ന നല്ല നല്ല കളറുകൾ ചേരുന്നതെന്ന് പറഞ്ഞാൽ സെയിം കളറല്ല, ഔട്ട്ലൈൻ നമുക്ക് തിരിച്ചറിയാവുന്ന കോൺട്രാസ്റ്റ് കളറിൽ നമ്മൾ അകവശം ഫില്ല് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വള്ളി മാത്രമേ ഉള്ളതുകൊണ്ട് അത് റണ്ണിങ് സ്റ്റിച്ചിലങ്ങ് ചെയ്ത് വിടുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെയാണ് അത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കാന്താ വർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യാം. ഈ 3 ഇഴ നൂലിലാണ് ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടം തൊട്ടാണ് തുടങ്ങാൻ പോകുന്നത്. ഏതൊരു എംബ്രോയ്ഡറി ചെയ്തിട്ടില്ലാത്തവരും പഠിച്ചിട്ടില്ലാത്തവർക്കും ഒക്കെ ഇപ്പം ജസ്റ്റ് തുടങ്ങിയാൽ പോലും വളരെ മനോഹരമായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ് ഈ കാന്താ വർക്ക്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ അടുപ്പിച്ചുള്ള റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യത്തെ ഞാൻ 1-2 എണ്ണം ഓരോന്നായിട്ട് കുത്തി കാണിക്കാം. പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് കുത്തണമെന്നില്ല, നമ്മൾ കുറച്ച് ഓടിച്ചോടിച്ച് കുത്തിവിടാം. ഇത് കണ്ടോ, കഴിയുന്നതും അടുത്ത് തന്നെ കുത്തുക, അടുത്ത് തന്നെ പൊക്കിയെടുക്കുക. അങ്ങനെ ആണ് അല്ലേ? ഇത്ര ചെയ്തപ്പോൾ സംഭവം മനസ്സിലായല്ലോ. റണ്ണിങ് സ്റ്റിച്ച് ഏറ്റവും അടുപ്പിച്ച് ഒരു തീരെ ഗ്യാപ്പില്ലാതെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതൽ. അതുമല്ല നമ്മൾ പിക്ചറുകളൊക്കെ നല്ല വളഞ്ഞ ഒരു പോർഷനൊക്കെ വരുമ്പോൾ ഏറ്റവും അടുപ്പിച്ച് ചെയ്താലേ അത് ആ ഒരു പോർഷൻ്റെ ഒരു ക്ലാരിറ്റി നല്ല ക്ലിയറായിട്ട് അത് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ അടുപ്പിച്ച് ചെയ്യുന്നതാണ് അതിൻ്റെ ഭംഗിയും. അതേപോലെ ചെയ്യുക. ഇത്രയും ചെയ്തപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഞാൻ പൊക്കിയെടുത്തതിന് ശേഷം അടുപ്പിച്ച് കുത്തുന്നത് ഒറ്റ അടിക്ക് തന്നെ വിടുന്നത് കാണിക്കാം. അതായത് ഒരു റണ്ണിങ് കുത്തണമെങ്കിൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ ഇതിലേക്ക് തന്നെ ഇങ്ങനെ കുത്തി, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ കുത്തി, ഇങ്ങനെ എടുത്തു. കഴിയുന്നത് നീളം കുറച്ച് വിടുക. ഇതിലും അടുപ്പിച്ച് ചെയ്താൽ അത്രയും ഭംഗി. ഞാൻ ഈ ഒരു ഫിഗർ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ ഫില്ലിങ്ങുകൾ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ സാധാരണ കാന്താ വർക്ക് ചെയ്യുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലിൽ, കോട്ടൺ സാരികളിലൊക്കെ ചെയ്താലോ. നമ്മൾ സാധാരണ ഈ കാന്താ വർക്ക് കോട്ടൺ ഡ്രസ്സുകളിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കുർത്തിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിസൈനിങ്ങിനെ നമ്മുടെ ഫ്രണ്ട് വശം ഫുള്ള് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് കാന്താ വർക്കിൻ്റെ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കാന്താ വർക്ക് ഇങ്ങനെ ഈസിയാണ് ചെയ്യാനെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ വർക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ ഭാഗങ്ങളിലും ആ കാന്താ വർക്ക് ചെയ്യാറുണ്ട്. സാരി ആണെങ്കിൽ ബോർഡർ ഫുള്ള് ചെയ്യാം, മുന്താണി ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ആണല്ലേ. പിന്നെ സാരിയിലൊക്കെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡിസൈനായിട്ട് വേണമെങ്കിൽ ഭാഗത്തൂടെ ബോർഡർ കഴിഞ്ഞിട്ട് ഇടഭാഗത്തും ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇത് ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. റണ്ണിങ് സ്റ്റിച്ചിലാണ് ഏറ്റവും അടുപ്പിച്ച് തന്നെ വിടുക. നമ്മൾ
ഈ ഇങ്ങനെ വളച്ചൊക്കെ ഉള്ളിടത്ത് ഏറ്റവും അടുപ്പിച്ച് തന്നെ വിട്ടാൽ ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ പ്ലെയിൻ ഭാഗങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടുതൽ കാണിക്കാം. അപ്പോൾ ഞാൻ ഈ ഔട്ട്ലൈൻ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഇനി നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൽ ഔട്ട്ലൈൻ ജസ്റ്റ് ബ്ലാക്ക് കളറിൽ ത്രെഡ് കൊണ്ട് ഔട്ട്ലൈൻ മാത്രം കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ ഫ്ലവറിൻ്റെ ഉള്ളു വശം ഫില്ല് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഫ്ലവർ ഫില്ല് ചെയ്തും റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെയാണ്, പക്ഷേ ഇതിനോട് ചേരുന്ന നല്ല എടുത്ത കളറുകളിൽ വേറെ വേറെ കളറുകളിലാണ് ചെയ്യുന്നത്. ഇത് സാധാരണ നല്ല കളർഫുള്ളായിട്ട് ചെയ്യുന്നൊരു ഇതായതുകൊണ്ട് നല്ല നല്ല കളറുകൾ എടുത്ത് നമുക്ക് ആഘോഷം ഫില്ല് ചെയ്യാം. ഇതുണ്ടല്ലേ ഇതുപോലെ നമുക്ക് ഒരു ചുരിദാറിലാണെങ്കിൽ തന്നെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഒരു ചുരിദാറിലാണെങ്കിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ കാന്താവർക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് വേണമെങ്കിൽ ഇതേപോലെയുള്ള വള്ളികളും പൂക്കളും അങ്ങനെ ആയിട്ട് നമുക്ക് ഫുള്ള് ചെയ്യണം. സാധാരണ അങ്ങനെയാണ് കാന്താവർക്ക് ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഓരോ താല്പര്യം പോലെ കുറച്ചായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചായിട്ട് ചെയ്യാം. എങ്കിലും പൊതുവേ അങ്ങനെയാണ് നമ്മൾ ഫുള്ളായിട്ട് അടച്ച് ചെയ്യുവാണ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് ഞാൻ സെൻറ്റർ ഭാഗം ഫില്ല് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സെൻറ്റർ ഭാഗം ഈ കാന്താവർക്കിലല്ല, ഞാൻ സാറ്റിൻ സ്റ്റിച്ചിലാണ് ഫില്ല് ചെയ്യുന്നത്. കാന്താവർക്ക് ചെയ്യുമ്പോൾ സാധാരണ ഇടയ്ക്ക് സാറ്റിൻ സ്റ്റിച്ച് കൂടെ ആഡ് ചെയ്യാറുണ്ടെന്നപ്പോൾ ഞാൻ സാറ്റിൻ സ്റ്റിച്ചിൽ ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലെ ഈ 2 വട്ടം മാത്രം ചെയ്യാൻ പോവാണ്. യെല്ലോ കളറിലാണ് ത്രെഡിലാണ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ ഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിന് ശേഷം ബാക്കി നമുക്ക് കാന്താ വർക്കിൽ അതിൻ്റെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഫില്ല് ചെയ്യാം. സെൻറ്റർ മാത്രമാണ് ഞാൻ സാറ്റിൻ സ്റ്റിച്ചിൽ ചെയ്യുന്നത്. നമ്മൾ കാന്താ വർക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സാറ്റിൻ സ്റ്റിച്ച് ഇടയിലൊക്കെ ചേർക്കാറുണ്ട്. സാറ്റിൻ സ്റ്റിച്ചാണ് ഉള്ളത്. നമ്മൾ സാധാരണ കാന്താ വർക്കിന് എക്സ്ട്രാ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ സാറ്റിൻ സ്റ്റിച്ചേ ചേർക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഈ റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെയാണ് കാന്താ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗം ഇനി ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് നമുക്ക് ഇത് ചെയ്യാം. അങ്ങനെ സാറ്റിൻ സ്റ്റിച്ചിൽ ഇത് സെൻറ്റർ ഭാഗം ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗം കൂടെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇത് ഡൗട്ടൊന്നും ഇല്ലല്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം സാറ്റിൻ സ്റ്റിച്ചിൽ 2 ചെയ്തു. ഇനിയിപ്പോൾ ഈ ഫ്ലവറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഈ മജന്ത കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. മജന്ത കളർ 3 ഇരയാണ് എടുത്തിരിക്കുന്നത്. ഇതിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഓർഡറിൽ ചെയ്യണം. ഈ ഒരു ഇതള ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ തന്നെ അകത്തേക്ക് ചെറുതായി അങ്ങനെയാണ് ചെയ്ത് തീർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇലയാണെങ്കിൽ ഈ ഇലയുടെ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ ചെയ്യുക. ഇപ്പം ഇതിനാണെങ്കിലും ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏതിലൊരു പാറ്റേൺ നമ്മൾ ചുമ്മാ ഇതിലെല്ലാം കുത്താതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് തീർത്ത് ഇങ്ങനെ ചെയ്ത് തീർക്കുക. അങ്ങനെ ഏതിലൊരു നമ്മൾ ചെയ്യുന്നതിനൊരു ഓർഡർ വേണമെന്നേ ഉള്ളൂ. അല്ലാതെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഫില്ല് ചെയ്യാം. പക്ഷേ ചെയ്യുന്ന ഒരേ ഒരു പാറ്റേണിലായിരിക്കണം ചെയ്യുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും അടുപ്പിച്ച് ചെയ്യാവോ അത്രയും അടുപ്പിച്ച് ചെയ്യുക. ഈ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കാന്താ വർക്ക് എത്ര കുഞ്ഞു പിള്ളേർക്ക് പോലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 1, 2, 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ നല്ല നല്ല കളറുകൾ ഉപയോഗിച്ച് ചെയ്യുക, അടുപ്പിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പാറ്റേണിൽ പോവുക. അല്ലാതെ ഒരു ഓർഡർ ഇല്ലാതെ പോയാൽ അത് കാണാനൊരു ഭംഗി ഇല്ലാതാകും. ഒരു ഓർഡറിൽ പോവുക. ഓർഡറിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്ത് വിടാം. ഓരോ കുത്തായിട്ട് എടുക്കണമെന്നില്ല. ഇങ്ങനെ ഒരുമിച്ച് പക്ഷേ ഈ വളവുകളിലൊക്കെ വരുമ്പോൾ തീരെ കുഞ്ഞതായിട്ട് എടുത്ത് ആ വളവുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊണ്ടുവരിക. അല്ലേ ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് ക്ലോത്ത് ഇത് സിംഗിളായുമാണ് ക്ലോത്തായുവാണെങ്കിൽ ക്ലോത്ത് വലിച്ചു കൊടുക്കുക. ഇത് തുണിയാലിച്ചിരി സ്ട്രെസ് ചെയ്ത് തുണിയാലിച്ചിരി ഞാനിങ്ങനെ വലിച്ച് ഇങ്ങനെ അകത്തുനിന്ന് എടുക്കുന്നതുകൊണ്ട് തുണി ഇതിൽ നിന്ന് അയഞ്ഞ് വരും. റിങ്ങിൽ നിന്നേ ഒരു ഇതള നമ്മൾ ആദ്യം ഫില്ല് ചെയ്തതിന് ശേഷം അടുത്തതിലേക്ക് പോവുക. എന്നാലേ നമുക്ക് ആ ഒരു ഷേപ്പിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു ഇതള ചെയ്യുന്നത് കാണിക്കാം. ശേഷം ബാക്കി ഉള്ള ചെയ്തതിന് ശേഷം കാണിക്കാം. ഇത് നല്ല എളുപ്പമുള്ളതല്ലേ, ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. റണ്ണിങ് സ്റ്റിച്ചാണ്. എത്രയും അടുത്തടുത്ത് ചെയ്യുന്നതോ അത്രയും അതിൻ്റെ ഭംഗി കൂടുക. ഇനി ഒരു ലെയർ ഒരു വട്ടം ഇങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത വട്ടം അതിനോട് തന്നെ ഏറ്റവും അടുപ്പിച്ച് തന്നെ ചെയ്ത് വിടുക. ഒരു ഡോട്ട് പോലെ തന്നെ ഓരോരോ ഡോട്ടായിട്ട് വരുന്നതാണ് ഏറ്റവും ഭംഗി കാണാൻ. ഇതിങ്ങനെ ത്രെഡ് നീളത്തിലാകാതെ ഓരോരോ ഡോട്ടുകളായിട്ട് നിറയെ ഫില്ല് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതൽ വരുന്നത് കേട്ടോ. നമ്മൾ ഏറ്റവും ചെറുതായിട്ട് ചെയ്യാൻ നോക്കും തോറും വർക്ക് ഒത്തിരി താമസം വരുമെങ്കിലും ആ വർക്ക് കാണുമ്പോൾ നല്ല ഭംഗി വരും. നമ്മൾ ഏറ്റവും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ
അപ്പോൾ നമ്മളുടെ ഒരു പെറ്റൽ കണ്ടില്ലേ, ഒരു പെറ്റൽ ഇവിടെ ഫില്ലായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റു പെറ്റലുകളും ലീഫും എല്ലാം ഫില്ല് ചെയ്യാം. ഈ ഒരു ഫ്ലവർ ചെയ്തതിന് ശേഷം ലീഫ് ചെയ്യുന്ന ആ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം. കാന്താ വർക്കിൽ 2 ഫ്ലവർ ഫില്ല് ചെയ്തു. ഇനി ലീഫ് ചെയ്യാനായിട്ട് ഗ്രീൻ കളറിലെ ത്രെഡാണ് 3 ഇരയാണ് എടുത്തിരിക്കുന്നത്. ലീഫും നമുക്ക് ഒന്നുകിൽ ഇതേപോലെ ഇങ്ങനെ വര വെച്ച് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ വെച്ച് ഫില്ല് ചെയ്യാം. നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് ഇതിനെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ലീഫ് റണ്ണിങ് സ്റ്റിച്ചിലൊന്ന് ഇങ്ങനത്തെ ഫില്ല് ചെയ്ത് വിടുകയാണ്. ഇപ്പോൾ ഗ്രീൻ കളർ ഈ എടുക്കുന്നത് നമ്മുടെ ഔട്ട്ലൈനേക്കാളും സ്വല്പം കൂടെ നല്ല ലൈറ്റ് കളറിലുള്ള ഗ്രീൻ ആണെങ്കിൽ അതായിരുന്നു ഒന്നുകൂടെ എടുപ്പ്. പക്ഷേ എൻ്റെ കയ്യിൽ ലൈറ്റ് കളർ ഗ്രീൻ ഇല്ലായിരുന്നു, ഗ്രീൻ ത്രെഡ് തീർന്നിരുന്നതുകൊണ്ട്. അതായെങ്കിൽ അതായിരുന്നു ഒന്നുകൂടെ നമുക്ക് ഒരു എടുപ്പ് വരുന്നത്. കാരണം നമ്മൾ ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് അതിൽ ഡാർക്ക് ഗ്രീന് ഒരു എടുപ്പില്ലാതെ വരും. ഇച്ചിരിയും കൂടെ ലൈറ്റ് ഗ്രീൻ ആയിരുന്നെങ്കിൽ ഒരു കുറച്ചുകൂടെയൊക്കെ എടുപ്പ് വരും. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം തീരാറായി. ഇനി ഈ ഒരു ലീഫ് കൂടെ ചെയ്താൽ മതി. ആ ലീഫ് കൂടെ ചെയ്ത് നമുക്ക് വർക്ക് തീർക്കാവുന്നതാണ്. ഇതും ഞാൻ ആ ലീഫിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ഷേപ്പിൽ ഇട്ട് ചെയ്യുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ പഴയ കാലത്തെ ഒരു സ്റ്റിച്ചിങ് ആണ്. വെസ്റ്റ് ബംഗാളൊക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ഇത് വെസ്റ്റ് ബംഗാളിലൊക്കെയാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നത്. വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു സ്റ്റിച്ചിങ് ആയിട്ടാണ് ഇത് കരുതുന്നത്. എംബ്രോയ്ഡറികളിൽ തന്നെ നോക്കിയാൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ കാന്താ വർക്കിൻ്റെ ഈ സ്റ്റിച്ച്. കാരണം റണ്ണിങ് സ്റ്റിച്ച് തന്നെ എത്ര കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ക്ഷമയോടുകൂടി ഇതിരുന്ന് മുഴുവൻ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. ആർക്കും ചെയ്യാവുന്ന ഒരു വർക്കാണ് ഈ കാന്താ വർക്ക്. സാരികളിലോ കുർത്തികളിലോ ഒക്കെ ചെയ്താൽ, കുർത്തിയിലൊക്കെ ഇതേപോലെ ഇങ്ങനെ ഫ്രണ്ട് വശമൊക്കെ ഫുള്ള് പയ്യെ സാവകാശം ഇതും ചെയ്താൽ മതി. 1-2 ദിവസം എടുത്ത് വേണമെങ്കിലും ഫ്രണ്ട് വശമൊക്കെ ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞാണല്ലോ ആ ക്ലോത്തിൻ്റെ തന്നെ സാധാ ഒരു ക്ലോത്ത് എടുത്ത് നമ്മളിങ്ങനെ ഒന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ക്ലോത്തിൻ്റെ ലുക്ക് തന്നെ മാറുന്നതാണ്. കാരണം നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടുമല്ലോ. കാരണം ഇതിപ്പോൾ സാധാ ഒരു വൈറ്റ് ക്ലോത്തിലാണെങ്കിൽ ഇത്രയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ക്ലോത്ത് തന്നെ അങ്ങ് മാറിയില്ലേ. അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും ഒക്കുകയില്ല എന്നുള്ള ഒരു പേടിയേ വേണ്ട. കാരണം ആർക്കും ഏത് തുടക്കക്കാർക്ക് പോലും ധൈര്യമായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ് ഇത് കാന്താ വർക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് കാന്താ വർക്ക്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോത്ത് എടുക്കുക. ഏത് തുടക്കക്കാർക്ക് പോലും വളരെ ധൈര്യമായിട്ട് ചെയ്യാവുന്നൊരു വർക്കാണ് ഈ കാന്താ വർക്ക്. ധൈര്യമായിട്ട് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.